നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. അതിരൂക്ഷമായ ആക്രമണം ഗാസയിൽ തുടരുകയാണ് ഇസ്രായേലി സേന. ഖാൻ യൂനിസിലും മധ്യ ഗാസയിലും വമ്പൻ കരയുദ്ധം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ മാത്രം ഗാസയിൽ 50ഓളം പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 124ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റുവെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഖാൻ യൂനിസിലും സെൻട്രൽ ഗാസയിലും അതുപോലെയുള്ള പ്രദേശങ്ങളിലും കരയുദ്ധം വമ്പിച്ച സന്നാഹത്തോടെ നടത്തുകയാണ് ഇസ്രായേലി സേന. ഇസ്രായേലിന്റെ കൂടുതൽ ബറ്റാലിയനുകൾ ഖാൻ യൂനിസിന് സമീപമുള്ള പ്രദേശങ്ങളിലേക്ക് എത്തി എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ്. അഭയാർത്ഥി ക്യാമ്പുകൾ മുഴുവൻ വളഞ്ഞുകൊണ്ട് അഭയാർത്ഥികളെ മുഴുവൻ പരിശോധിക്കുക എന്നുള്ള വമ്പൻ ഓപ്പറേഷനിലേക്ക് കടന്നിരിക്കുകയാണ് ഇസ്രായേലി സേന. നേരത്തെ ഖാൻ യൂനിസിന് സമീപമുള്ള പ്രദേശങ്ങളിൽ നിന്ന് 4 ലക്ഷത്തോളം അഭയാർത്ഥികളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേലി സേന ആവശ്യപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഖാൻ യൂനിസിന് സമീപമുള്ള ദേർ അൽ ബലായിലുള്ള അഭയാർത്ഥി ക്യാമ്പിലും ഇത്തരമൊരു നിർദ്ദേശം ഇസ്രായേലി സേന നൽകിയിരിക്കുന്നത്. അഭയാർത്ഥികളോട് സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് ഒഴിഞ്ഞു പോകണമെന്നാണ് ഇപ്പോൾ ഇസ്രായേലി സേന ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒഴിഞ്ഞു പോകുന്ന അഭയാർത്ഥികളെ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് കൃത്യമായി പരിശോധിക്കുന്ന നടപടികൾ തുടരുകയാണ്. പരിശോധന വെറും പരിശോധനയല്ല, AI ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് AI ക്യാമറകളിലെ ഫേസ് ഡിറ്റക്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഓരോ പരിശോധനയും പൂർത്തിയാക്കുന്നത്. അതായത് ഓരോ അഭയാർത്ഥിയെയും കടത്തിവിടുന്നത് കൃത്യമായ തലനാരിഴ കീറിയുള്ള പരിശോധനയ്ക്ക് ശേഷമാണ് എന്നുള്ളത് വ്യക്തം. ഏതെങ്കിലും ഹമാസ് നേതാവിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹമാസ് തീവ്രവാദിയോടോ മുഖസാദൃശ്യമുള്ളവരെ മാറ്റി നിർത്തുന്നു, കൂടുതൽ പരിശോധനയ്ക്ക് വിധേയരാക്കുന്നു. അതുമാത്രവുമല്ല, ഒക്ടോബർ മാസം 7-ാം തീയതി ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയ ഹമാസ് തീവ്രവാദികളുടെ ഏറെക്കുറെ ദൃശ്യങ്ങൾ ഇസ്രായേലിൻ്റെ പക്കലുണ്ട്. അവരിൽ ആരെങ്കിലുമായി സാദൃശ്യമുള്ളവരെ മാറ്റി നിർത്തുകയും അവർ ഹമാസ് തീവ്രവാദികളാണോ എന്ന് കൃത്യമായി പരിശോധിക്കുകയും ചെയ്യുന്ന നടപടികളാണ് പൂർത്തിയാകുന്നത്. ഇത് വളരെ സങ്കീർണമായൊരു നടപടി പ്രക്രിയയാണ്. അതിനിടയിലാണ് ഇപ്പോൾ നിരവധി ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. ഈ പ്രോസസ്സിനായി, ഈ വമ്പൻ ഓപ്പറേഷനായി കരസേനയുടെ വമ്പൻ സൈനിക സന്നാഹം വേണമെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് കരസേനയുടെ കൂടുതൽ ബറ്റാലിയനുകളെ ഗാസയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലി സേന കൊണ്ടുവന്നതെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ തന്നെ വ്യക്തമാക്കുകയാണ്. ഖാൻ യൂനിസിന് സമീപവും മധ്യ ഗാസയിലും വമ്പൻ സൈനിക നീക്കങ്ങൾ നടത്തുകയാണ്, സൈനിക ഓപ്പറേഷൻസ് നടത്തുകയാണ്, റെയ്ഡുകൾ സംഘടിപ്പിക്കുകയാണ് ഇസ്രായേലി സേന എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വ്യോമാക്രമണവും ഡ്രോൺ ആക്രമണവും താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ട് വമ്പൻ കരയുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് ഇസ്രായേൽ നടത്തുന്നത്. അതായത് അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിലാണ് ഇനി അവശേഷിക്കുന്ന ഹമാസ് ഭീകരവാദികൾ ഉള്ളത്. ഒന്നുകിൽ അവർ അഭയാർത്ഥികളുടെ ഇടയിൽ വേഷപ്രച്ഛന്നരായി നിൽക്കുന്നു, അല്ലാത്ത പക്ഷം അഭയാർത്ഥി ക്യാമ്പുകൾക്ക് അടിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഭൂഗർഭാന്തരമുള്ള തുരങ്കങ്ങളിൽ അവർ പാർക്കുന്നു. ആ തുരങ്കങ്ങളെ തകർക്കണമെങ്കിൽ അഭയാർത്ഥികളെ ആ പ്രദേശത്ത് നിന്ന് മാറ്റണം, അഭയാർത്ഥി ക്യാമ്പുകൾ ആ പ്രദേശത്ത് ഒഴിപ്പിക്കണം. ആ നടപടിക്രമമാണ് അഭയാർത്ഥികളെ മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്യാൻ നിർബന്ധിക്കുന്നതിലൂടെ ഇസ്രായേലി സേന നടപ്പാക്കുന്നത്. ഈ അഭയാർത്ഥികൾ കൂട്ടത്തോടെ ഒഴിഞ്ഞു പോകുമ്പോൾ അവരിൽ ആരെങ്കിലും ഈ തീവ്രവാദികളായിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തീവ്രവാദികൾ വേഷപ്രച്ഛന്നരായി അഭയാർത്ഥികളായി തങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഈ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചുള്ള AI പരിശോധന. അഭയാർത്ഥികൾ ഭൂരിഭാഗവും ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ കെട്ടിടങ്ങൾ, അവർ താമസിക്കുന്ന കെട്ടിടങ്ങൾ, ടെൻറ്റുകൾ, അതിന് സമീപമുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ വളരെ ശക്തമായ രീതിയിൽ നിരീക്ഷിക്കുകയും പരിശോധന നടത്തുകയും ചെയ്യുകയാണ് ഇപ്പോൾ ഇസ്രായേലി സേന ചെയ്യുന്നത്. അത്തരമൊരു പരിശോധനയിലാണ് കഴിഞ്ഞ ദിവസം ഖാൻ യൂനിസിന് സമീപമുള്ള ഒരു കെട്ടിടത്തിൽ നിന്ന് 6 ഇസ്രായേലി ബന്ദികളുടെ മൃതശരീരങ്ങൾ ലഭിച്ചത്. അവരെ കൂടുതൽ കാലം ഇവിടെ പാർപ്പിക്കുകയും പിന്നീട് രക്ഷപ്പെടാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇവരെ കൊലപ്പെടുത്തുകയുമായിരുന്നു എന്നാണ് ഇസ്രായേലി സേന കണക്ക് കൂട്ടിയിട്ടുള്ളത്. ഇവരുടെ മൃതദേഹങ്ങൾ ഇസ്രായേലിലേക്ക് എത്തിച്ച് ബന്ധുക്കൾക്ക് കൈമാറിക്കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് തന്നെ ഇപ്പോൾ പുറത്തുവിടുന്നു. അത്തരത്തിൽ ഗ്രൗണ്ട് ഓപ്പറേഷനിലൂടെ അവശേഷിക്കുന്ന ഹമാസ് ഭീകരവാദികളെ കണ്ടെത്തുക, അഭയാർത്ഥി ക്യാമ്പുകൾ ഒഴിപ്പിച്ച ശേഷം ആ അഭയാർത്ഥി ക്യാമ്പുകൾക്കുള്ളിലേക്ക്, അതിൻ്റെ ഭൂഗർഭാന്തരമുള്ള തുരങ്കങ്ങളിലേക്ക് കനത്ത ബോംബാക്രമണം നടത്തുക, അങ്ങനെ ഗാസ മെട്രോ എന്നറിയപ്പെടുന്ന ഭൂഗർഭ തുരങ്കങ്ങളെ പൂർണ്ണമായും തകർക്കുക എന്ന ഒരു വലിയ ഓപ്പറേഷനാണ് ഇപ്പോൾ ഇസ്രായേലി സേന നടത്തുന്നത്. അതോടുകൂടി ഗാസയിലെ ഹമാസിൻ്റെ
എല്ലാ സാന്നിധ്യവും അവസാനിക്കുമെന്ന് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ 24 മണിക്കൂറുണ്ടായ ഏറ്റവും ശക്തമായ ആക്രമണത്തിൽ 50ഓളം പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. 124 പേർ ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഗാസയുടെ തന്നെ ഹെൽത്ത് ഏജൻസി പുറത്തുവിട്ടിരിക്കുന്നത്. അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരികയാണ്. ലെബനോനെ വീണ്ടും ആക്രമിച്ചിരിക്കുകയാണ് ഇസ്രായേലി സേന. ലെബനോനിൽ കടന്നു കയറി ആക്രമണം നടത്തിയ ഇസ്രായേലി സേന ഫത്തയുടെ, അതായത് ഹമാസിന്റെ സഹോദര തീവ്രവാദ സംഘടനയായ ഫത്തയുടെ പ്രമുഖ നേതാവ് ഖാലിൽ അൽ മഗ്ദയെ കൊലപ്പെടുത്തി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലെബനോനെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ് ഇസ്രായേലിന്റെ നടപടി. ഇസ്രായേലിനുള്ളിലേക്ക് ഒരു എയർ സ്ട്രൈക്ക് നടത്തിയാണ്, വ്യോമാക്രമണം നടത്തിയാണ് ഖാലിൽ അൽ മഗ്ദയെ ഇസ്രായേലി സേന കൊലപ്പെടുത്തിയതെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. പാലസ്തീനുമായി അടുത്ത ബന്ധമുള്ള ഒരു നേതാവാണ്, ഫത്തയുടെ പ്രമുഖ നേതാവാണ്. ഹമാസിന് വേണ്ടിയും അതുപോലെ റവല്യൂഷണറി കോപ്സിന് വേണ്ടിയും ഒക്കെ ആയുധക്കടത്ത് നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയാണ് ഖലീൽ അൽ മഗ്ദ എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഹമാസിന് ആവശ്യമായ ആയുധങ്ങൾ പല കാലഘട്ടങ്ങളിലായി ഈജിപ്റ്റ് അതിർത്തി വഴി കടത്തിക്കൊണ്ടുവരുന്നത് ഈ ഖാലിൽ അൽ മഗ്ദയാണ് എന്നുള്ള വിവരങ്ങൾ നേരത്തെ ഇസ്രായേലി സേനയ്ക്ക് ലഭിച്ചിരുന്നു. നമുക്കറിയാം പാലസ്തീനിൽ നിരവധി പ്രസ്ഥാനങ്ങളുണ്ട്, പ്രത്യേകിച്ച് തീവ്ര ഇസ്ലാമിക നിലപാടുള്ള പ്രസ്ഥാനങ്ങളുണ്ട്. അതിലൊന്നാണ് ഹമാസ്. അതുപോലെ തന്നെ തീവ്ര നിലപാടുള്ള മറ്റൊരു സംഘടനയാണ് ഫത്ത. ആ ഫത്തയുടെ പ്രമുഖ നേതാവാണ് ഖാലിൽ അൽ മഗ്ദ. ഇദ്ദേഹം ലെബനൻ കേന്ദ്രീകരിച്ചാണ് അടുത്ത കാലത്തായി പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് ആയുധക്കടത്ത് ഹമാസിനും അതുപോലെയുള്ള ഹിസ്ബുള്ള അടക്കമുള്ള തീവ്രവാദ സംഘടനകൾക്കും ആവശ്യമായ ആയുധങ്ങൾ കൈമാറുന്ന പ്രധാനപ്പെട്ട ഇടനിലക്കാരനായി കൂടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഖാലിൽ അൽ മഗ്ദ എന്നുള്ള വിവരം പുറത്തു വരുന്നു. ആ ഖാലിൽ അൽ മഗ്ദയെ ലെബനനിനുള്ളിൽ നടത്തിയ ഒരു വ്യോമാക്രമണത്തിലൂടെ ഇസ്രായേലി സേന IDF കൊലപ്പെടുത്തി എന്നുള്ള വിവരമാണ് ഏറ്റവും പ്രധാനമായി പുറത്തു വരുന്നത്. സഹോദരൻ മൗനീർ അൽ മഗ്ദയോടൊപ്പം ചേർന്നായിരുന്നു ലെബനൻ കേന്ദ്രീകരിച്ച് ആയുധക്കടത്തിന് ഖലീൽ അൽ മഗ്ദ ശ്രമിച്ചിരുന്നത്. ഇത് കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. ഇസ്രായേലിനെതിരെ പ്രത്യേകിച്ച് വെസ്റ്റ് ബാങ്കിൽ ആയുധങ്ങൾ എത്തിക്കുന്നതിന്റെ പ്രധാനിയായിരുന്നു ഖാലിൽ അൽ മഗ്ദ എന്ന് ഇസ്രായേലി സേന കണക്ക് കൂട്ടുന്നു. ഇത് കഴിഞ്ഞ കുറെ കാലങ്ങളായി ഖാലിൽ അൽ മഗ്ദയുടെയും സഹോദരനായ മൗനീർ അൽ മഗ്ദയുടെയും പ്രവർത്തനങ്ങൾ മൊസാദ് നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇതിനൊടുവിലാണ് ഒരു വ്യോമാക്രമണത്തിലൂടെ ഖാലിൽ അൽ മഗ്ദയെ ലെബനനിൽ വെച്ച് ഇസ്രായേലി സേന കൊലപ്പെടുത്തിയിരിക്കുന്നത്. സ്ഥിതിഗതികൾ പശ്ചിമേഷ്യയിൽ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കാരണം ലെബനനിനുള്ളിലേക്ക് ആക്രമണം കൂടുതൽ ശക്തമാക്കുകയാണ് ഇസ്രായേലി സേന. ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ ഇതിനകം തന്നെ കൊലപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കമാൻഡർ തലവന്മാരെ കൊലപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ ഇതാ ലെബനനിൽ കയറി ഫത്തയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവും ഹമാസിന്റെ ആയുധ ദാതാവുമായ വ്യക്തിയെ തന്നെ തീർത്തിരിക്കുന്നു ഇസ്രായേലി സേന. അങ്ങനെ ആക്രമണം ലെബനനിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ഇസ്രായേലി സേനയുടെ നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആകെ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് പശ്ചിമേഷ്യ. ഫത്തയുടെ നേതാവായ ഖാലിൽ അൽ മഗ്ദയുടെ കൊലപാതകത്തെ വമ്പൻ രീതിയിൽ അപലപിച്ചിരിക്കുകയാണ് ലെബനീസ് ഭരണകൂടം.